നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. CBI ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് വീട്ടമ്മയിൽ നിന്നും 8 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ മംഗളൂരു വിമാനത്താവളത്തിൽ നിന്നും ലുക്കൌട്ട് സർക്കുലർ പ്രകാരം പിടികൂടി. കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശി പാമ്പുവിട്ടിൽ 24 വയസ്സുള്ള ഫർഷാദിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. പ്രതികൾ പുല്ലൂർ പുളിഞ്ചോട് സ്വദേശിയായ വീട്ടമ്മയെ മൊബൈൽ ഫോണിൽ വിളിച്ച് മുംബൈ പോലീസിലെ CBI ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആധാരം നിയമവിരുദ്ധമായി ഉപയോഗിച്ചതിന് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. വെബ്സൈറ്റ് വഴി വ്യാജ FIR അയച്ചു കൊടുത്ത പ്രതി ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യാനാണെന്ന് പറഞ്ഞ് 2024 മാർച്ച് 4-5 തീയതികളിൽ വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ വഴി 8 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് 4,90,000 രൂപ അയച്ചു വാങ്ങി തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടതിനാണ് അറസ്റ്റ്. കേസിൽ ഉൾപ്പെട്ട ശേഷം വിദേശത്തേക്ക് കടന്ന പ്രതി അബുദാബിയിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് മാംഗ്ലൂർ എയർപോർട്ടിൽ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ചത്. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം എയർപോർട്ടിലെത്തി അറസ്റ്റ് ചെയ്ത് ഇരിങ്ങാലക്കുടയിലെത്തിക്കുകയായിരുന്നു. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഷാജി MK, SI മുഹമ്മദ് റാഷി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത് MR, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷാബു MM, മുരളീകൃഷ്ണ എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോമ മണ്ണ് ദിനാചരണം മാപ്രാണം ചാത്തൻ മാസ്റ്റർ സ്മാരക ഹാളിൽ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ ഉദ്ഘാടനം ചെയ്തു. കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS മനു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ണ് ദിനത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ സോയിൽ സർവേ ഉത്തരമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ ദീപ CB പ്രഭാഷണം നടത്തി. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ ശ്രീനിവാസൻ, മുനിസിപ്പൽ കൌൺസിലർ PM നന്ദുലാൽ, ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ താര മനോഹരൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാജിദ റഹ്മാൻ എന്നിവർ ആശംസകൾ നേർന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ ധന്യ NM സ്വാഗതവും സോയിൽ സർവേ ഓഫീസർ ഹൃദ്യ KS നന്ദിയും പറഞ്ഞു. മേഖല അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് അടിസ്ഥാനത്തിലായാലും നമ്മളൊരു കാർഷിക മേഖലയോട് താല്പര്യപ്പെടുന്നവരാണെന്ന് എനിക്ക് അറിയാം. ഞാനും കൃഷിയെ സ്നേഹിക്കുന്ന ഒരാളാണ്. പണ്ട് നമ്മുടെ മുതിർന്നവർ പറയുന്നു, മണ്ണ് നന്നായാൽ പെണ്ണ് നന്നായി, പെണ്ണ് നന്നായി മണ്ണ് നന്നായി എന്നൊരു പഴഞ്ചൊല്ല് അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് തീർച്ചയായിട്ടും ശരിയാണ്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മണ്ണിനെ നമ്മുടെ കാരണവന്മാർ ഒരുപാട് സംരക്ഷിച്ചിരുന്നു. അന്നത്തെ കൃഷി രീതിയും വ്യത്യസ്തമായിരുന്നു. രാസവള ഉപയോഗം ഉണ്ടായിരുന്നില്ല. എല്ലാം ജൈവം തന്നെയായിരുന്നു. അതാത് സമയങ്ങളിൽ എനിക്ക് ഇപ്പോഴും ഈ മഞ്ഞ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് തെങ്ങിൻ്റെ തടത്തിൽ പച്ച ചകിരി പുകയ്ക്കുമായിരുന്നു. അതുപോലെ ഉപ്പ്, അങ്ങനെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ഈ കൃമികീടങ്ങളുടെ ശല്യങ്ങൾ ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിലായിരുന്നു. പക്ഷെ നൂതനമായ കൃഷി രീതി വന്നതോടുകൂടി നമ്മളെല്ലാവരും അതിലോട്ട് മാറി. അപ്പം അതിന് മണ്ണിനെ സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് വളപ്രയോഗത്തിൻ്റെ കാര്യം കൂടെ ക്ലാസ് എടുത്ത് സാധാരണ പറയുന്നുണ്ടായി. ശരിയായ രീതിയിലുള്ള വളപ്രയോഗമില്ലെങ്കിൽ മണ്ണ് നാശമായി പോകും. നമുക്കറിയാം. അപ്പം അമിതമായി ഒരു മരുന്ന് കഴിച്ചാലും ഭക്ഷണം കഴിച്ചാലും ഒക്കെ നമുക്ക് കേടാണ്. അതുപോലെ തന്നെയാണ് മണ്ണിനെ വളരെയേറെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വെള്ളാനി സ്നേഹക്കൂട്ടായ്മയ്ക്ക് കാരേക്കാട്ട് മീനാക്ഷി അമ്മയുടെ മകളും VN കൃഷ്ണൻകുട്ടിയുടെ സഹധർമ്മിണിയുമായ സത്യവതി സംഭാവന നൽകിയ സ്ഥലത്ത് സ്നേഹക്കൂട്ടായ്മ പണി കഴിപ്പിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജനുവരി 10 ശനിയാഴ്ച വൈകിട്ട് 5 ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിക്കുമെന്ന് കൂട്ടായ്മ രക്ഷാധികാരി സുനിൽ പട്ടത്ത്, പ്രസിഡന്റ് ചന്ദ്രൻ നന്ദിക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ കൂട്ടായ്മ അംഗം തച്ചറാട്ടിൽ സത്യവതി, ഗംഗാധരൻ കൂട്ടായ്മയിലെ അംഗങ്ങളായ 2 പേർക്ക് വീട് വയ്ക്കുന്നതിന് കൈമാറുന്ന സ്ഥലത്തിന്റെ രേഖകൾ റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ കൈമാറും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, കാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. സമ്മേളനാനന്തരം തമ്പാട്ടി ഫോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകളും ദൃശ്യാവിഷ്കാരങ്ങളും അരങ്ങേറും. സംഘാടക സമിതി ഭാരവാഹികളായ ഉഷ ജയപ്രകാശൻ, കൊണ്ടറപ്പശ്ശേരി, VN കൃഷ്ണൻകുട്ടി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു.
ഏകദേശം ഒരു 120 വീടോളം ഈ കൂട്ടായ്മയിലുണ്ട്. ഈ കൂട്ടായ്മയുടെ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീമതി ബിന്ദു ടീച്ചറാണ്, ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി. ഈ ഉദ്ഘാടനത്തിൽ മുഖ്യ അതിഥിയായി എത്തുന്നത് ശ്രീ കെ രാജൻ, റവന്യൂ വകുപ്പ് മന്ത്രി. ഈ കൂട്ടായ്മയ്ക്ക് 3 സെൻറ്റ് സ്ഥലം സംഭാവന ചെയ്ത് ശ്രീമതി സത്യവതി കൃഷ്ണൻകുട്ടി ചേട്ടനാണ്. ഈ സ്ഥലത്താണ് നമ്മൾ ബിൽഡിംഗ് പണിതത്. അതുപോലെ തന്നെ ഈ കൂട്ടായ്മയ്ക്ക് ഒരു 4 സെൻറ്റ് സ്ഥലം ശ്രീമതി സത്യാവതി ഗംഗാധരൻ സംഭാവന ചെയ്യുകയും കൂട്ടായ്മയിലുള്ള 2 അംഗങ്ങൾക്ക് വീട് വയ്ക്കുവാൻ സത്യവതി ഗംഗാധരൻ 3 സെൻറ്റ് വീതം സ്ഥലം നൽകുകയും അതിൻ്റെ പ്രമാണരേഖ കൈമാറൽ നമ്മുടെ മുഖ്യ അതിഥി ശ്രീ കെ രാജൻ, റവന്യൂ വകുപ്പ് മന്ത്രി ആണ്. ജെയിൻ സെബി മെമ്മോറിയൽ കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ജനുവരി 15 മുതൽ 18 വരെ ഇരിങ്ങാലക്കുടയിൽ വെച്ച് നടക്കുമെന്ന് തൃശൂർ ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് ബാബു മേച്ചേരിപ്പടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് അക്വാറ്റിക് ഷട്ടിൽ അക്കാദമിയിൽ വെച്ച് സംഘടിപ്പിച്ചിട്ടുള്ള ചാമ്പ്യൻഷിപ്പിൽ 35 മുതൽ 75 വയസ്സുവരെയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി സിംഗിൾസ്, ഡബിൾസ്, മിക്സഡ് ഡബിൾസ് എന്നിങ്ങനെ 45 വ്യത്യസ്ത വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ജമ്മു കാശ്മീരിൽ വെച്ച് നടക്കുന്ന ദേശീയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിനെ മത്സരത്തിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കും. കേരള ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജോസ് സേവിയർ, നിർവാഹക സമിതി അംഗം ഷാജി എം.എൻ., അസോസിയേഷൻ ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് പീറ്റർ ജോസഫ്, ട്രഷറർ ടോമി മാത്യു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ജെയിൻ സെബി മെമ്മോറിയൽ കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് ടൂർണമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്നിവിടെ ഈ പ്രസ് മീറ്റ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചാമ്പ്യൻഷിപ്പ് 2026 ജനുവരി 15 മുതൽ 18 വരെയാണ്. 35 വയസ്സ് മുതലുള്ള ഓരോ 5 വയസ്സിൻ്റെ കാറ്റഗറിയിലാണ് മാസ്റ്റേഴ്സ് ടൂർണമെൻറ്റുകൾ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നടക്കുന്നത്, ഇതിൻ്റെ വെന്യൂ എന്ന് പറയുന്നത് ക്രൈസ്റ്റ് കോളേജിലെ ക്രൈസ്റ്റ് അക്വാറ്റിക്സ് ഷട്ടിൽ അക്കാഡമി ഇരിഞ്ഞാലക്കുട, അവിടെ വെച്ചിട്ടാണ് ഈ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ അഭ്യർത്ഥന എന്ന് വെച്ചാൽ ഇത് മാക്സിമം ജനങ്ങളിലേക്ക് എത്തണം. അത് നിങ്ങളിൽ കൂടിയാണ് ഏറ്റവും എളുപ്പമായ മാർഗ്ഗം. മാധ്യമങ്ങൾ കൂടിയും നേരത്തെ സൂചിപ്പിച്ച അച്ചടി മാധ്യമങ്ങളും വിഷ്വൽ മാധ്യമങ്ങൾ കൂടി എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇരിഞ്ഞാലക്കുട, ഇതിപ്പോൾ തൃശ്ശൂരാണ് കൂടുതൽ നടക്കുന്നത്. ഇരിഞ്ഞാലക്കുട ഈ ബാഡ്മിൻ്റന് ഒട്ടും പുറകിലില്ലാത്ത ഒരു ഏരിയ ആണ്. അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്നത് ഒത്തിരി ബാഡ്മിൻ്റൺ പ്ലേയേഴ്സ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. ഈ മെമ്മോറിയൽ ടൂർണമെൻറ്റ് നടക്കുന്നതെന്ന് പറയുന്നത് ഈ ജെയിൻ സെബി എന്ന് പറയുന്ന ഒരു ലേഡി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ലയൺസ് ക്ലബ് ഓഫ് ICLന്റെ ഉദ്ഘാടനവും സ്ഥാനാരോഹണവും ജനുവരി 9 വെള്ളിയാഴ്ച നടക്കുമെന്ന് ക്ലബ് പ്രസിഡന്റ് സാം മാളിയേക്കൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 6 MCP ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് ചേരുന്ന ചടങ്ങ് ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡയറക്ടർ VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും. ICL ഫിൻകോർപ്പ് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് KG അനിൽകുമാർ മുഖ്യാതിഥിയായിരിക്കും. ICL ഫിൻകോർപ്പ് CEO ഉമ അനിൽകുമാർ ഭദ്രദീപം തെളിയിക്കും. മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ, ലയൺസ് ക്ലബ് മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറി ജെയിംസ് വളപ്പില എന്നിവർ പങ്കെടുക്കും. ലയൺസ് ക്ലബിന്റെ ഒരു ചാപ്റ്റർ ICL ഫിൻകോർപ്പിൽ നമ്മൾ ആരംഭിക്കുകയാണ്. ലയൺസ് ക്ലബ് ഓഫ് ICL എന്നാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര്. ലയൺസ് ക്ലബ് ഇന്റർനാഷണലും ICL ഫിൻകോർപ്പും ഒരുമിച്ച് നല്ല രീതിയിൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും പബ്ലിക്കിനെ സേവിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമമായിട്ടാണ് ഈ ഒരു ഇനിഷ്യേഷനെ കാണുന്നത്. ലയൺസ് ക്ലബ് ഓഫ് ICL എന്ന് പറയുന്നത് നമ്മുടെ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള അനിൽകുമാർ സാറിന്റെ, അഡ്വക്കേറ്റ് KG അനിൽകുമാറിന്റെ ഒരു വിഷനും കൂടിയാണ് ഇന്നിവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഈ ക്ലബ്ബ് ലോകത്തിലെ ആദ്യത്തെ ലയൺസ് ക്ലബ്ബാണ് 101 ചാർട്ടർ മെമ്പേഴ്സുമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. അതും ഒരു പ്രത്യേകതയാണ്. ഇതിന് പബ്ലിക് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടിയും ICL ഫിൻകോർപ്പിന്റെ ചെയർമാനുമായിട്ടുള്ള അഡ്വക്കേറ്റ് KG അനിൽകുമാർ സാർ മുന്നിൽ കാണുന്നുണ്ട്. നിങ്ങൾക്കറിയാം ICL ഫിൻകോർപ്പ് ഇന്ത്യയിൽ തന്നെ 13 സ്റ്റേറ്റുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു
ഓർഗനൈസേഷനാണ്. അതിൽ ഓരോ രീതിയിലും എല്ലാ സ്റ്റേറ്റിലും തന്നെ ICL ഗവൺമെന്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. മുൻ മുനിസിപ്പൽ ചെയർമാൻ ഇരിങ്ങാലക്കുട തെക്കേ അങ്ങാടി കുറ്റിക്കാട്ട് അക്കരക്കാരൻ വീട്ടിൽ അഡ്വക്കേറ്റ് AP ജോർജ് അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11-ന് സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കും. KC ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് AP ജോർജ് ഏറ്റവും ഒടുവിലായി വിരമിച്ച സ്ഥാപക ഡയറക്ടർമാരിൽ ഒരാളായിരുന്നു. 1994 മുതൽ KC ലിമിറ്റഡിന്റെ ഡയറക്ടർ ആൻഡ് ലീഗൽ അഡ്വൈസറായും 2015 മുതൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായും 2018 മുതൽ 2021 വരെ മാനേജിംഗ് ഡയറക്ടറായും പ്രവർത്തിച്ചു. എറണാകുളം ലോ കോളേജ് യൂണിയൻ ചെയർമാൻ, സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനാ സംസ്ഥാന സെക്രട്ടറി, ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് സ്ഥാപകാംഗങ്ങളിൽ ഒരാൾ, 17 വർഷക്കാലം മുനിസിപ്പൽ കൗൺസിലർ, 1972, 1979 കാലഘട്ടത്തിൽ മുനിസിപ്പൽ ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. 1980-ൽ നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. നീണ്ട 54 വർഷക്കാലം അഭിഭാഷക വൃത്തിയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ത്രേസ്യാമ്മ ഭാര്യയും KC ലിമിറ്റഡ് ഹോൾ ടൈം ഡയറക്ടർ ഡോണി, റീന, ടീന, ആന്റണി എന്നിവർ മക്കളുമാണ്. മീര, പ്രിൻസ്, സുജ എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.